ഹലോ ഡിയർ സ്റ്റുഡൻസ്, അങ്ങനെ നമ്മുടെ നീറ്റ് പരീക്ഷ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, അതോടൊപ്പം തന്നെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പ്രഡിക്ഷൻ, മറ്റു കാര്യങ്ങളൊക്കെ നടത്തി. പരീക്ഷ കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ? NTA ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നമ്മളെല്ലാവരും വായിച്ചു. അതിൻ്റെ ആദ്യത്തെ പേജുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നീറ്റിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ OMR ഷീറ്റ് ഡിസ്പ്ലേ, അത് NTA ഒഫീഷ്യലായിട്ട് അറിയിക്കും എന്നാണ് അത് ഡിക്ലെയർ ചെയ്യപ്പെടുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ NTA ഒഫീഷ്യൽ വെബ്സൈറ്റ് നിരന്തരം നമ്മൾ അത് സന്ദർശിക്കുക. അതിൽ വരുന്ന അപ്ഡേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് യഥാവിധ സമയം ദർശന അക്കാഡമിയിൽ നിന്നും ആ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതാണ്. ദെൻ ആൻസർ കീ ചലഞ്ച്, അതായത് OMR ഷീറ്റ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം പ്രൊവിഷണലായിട്ട് ഒരു ആൻസർ കീ NTA പബ്ലിഷ് ചെയ്യും. ആ ആൻസർ കീയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യന് ആൻസറുമായിട്ട് ചലഞ്ച് ഉണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള അവസരം നമുക്ക് നൽകും. അതിനുശേഷം അപ്ഡേറ്റഡ് ആൻസർ കീ, അത് ആ ചലഞ്ച് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യന് ഏതെങ്കിലും തലത്തിൽ ആൻസറിൽ വേരിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സബ്ജക്റ്റ് എക്സ്പേർട്ട് കമ്മിറ്റി ഒരിക്കൽ കൂടി വിലയിരുത്തിയതിന് ശേഷം ആൻസർ കീ അപ്ഡേറ്റ് ചെയ്ത് ഒഫീഷ്യലായിട്ട് NTA നൽകുന്നു. അതിനുശേഷമാണ് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന റിസൾട്ട് ഡിക്ലറേഷൻ. നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നീറ്റിൻ്റെ റിസൾട്ട് ജൂൺ 14 എന്നുള്ള തലത്തിലാണ്. അതിന് മുൻപേ തന്നെ റിസൾട്ട് വരാം, അല്ലെങ്കിൽ അതിന് ശേഷം അപ്ഡേഷൻസ് എല്ലാം NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. ഈ ദിനങ്ങളിൽ നമ്മൾ പല തലങ്ങളിൽ എക്സ്പെക്റ്റേഷൻ കട്ട് ഓഫ് സ്കോർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നീറ്റ് പരീക്ഷ വളരെ ടഫാണ്. സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് സ്കോറുകളിലൊക്കെ വ്യത്യാസം, അത് ജനറൽ കാറ്റഗറി അതേപോലെ റിസർവ്ഡ് കാറ്റഗറിയിൽ ഇതെല്ലാം സംഭവിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയും നമ്മുടെ മുന്നിൽ സമയമുണ്ട് പല കാര്യങ്ങളും ചെയ്യുവാനും ചിന്തിക്കുവാനും. നമുക്ക് ലഭ്യമാകുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ പഠിച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർഭാഗ്യവശാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു പാറ്റേണിലല്ലായിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യന്. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞു, യാഥാർത്ഥ്യം എല്ലാം മനസ്സിലാക്കി ഇനി നമ്മൾ മുന്നോട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതിന് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ദിനങ്ങളിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ OMR ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന അതിന് ശേഷമുള്ള നടപടിക്രമങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക. ദെൻ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളെ പറ്റിയൊക്കെ മുൻകൂട്ടി തന്നെ തിരിച്ചറിഞ്ഞ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റു പല കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ വരും ദിനങ്ങളിൽ അക്കാഡമിയുടെ ഈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഈ ദിനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് എക്സാമിനേഷൻ ആക്ടിവിറ്റീസ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. പേജ് നമ്പർ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ 64-ാമത്തെ പേജ് മുതൽ 66-ാമത്തെ പേജ് വരെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ നമ്മളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരികയാണ് എങ്കിൽ അത് NTA ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ NTA ഒഫീഷ്യൽ വെബ്സൈറ്റ്, കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ്, അത് മറക്കാതെ നമ്മൾ ഓരോ ദിനങ്ങളിൽ അതൊന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഇതുമായിട്ട് നീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ദർശന അക്കാഡമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.